Hi everyone, I am Swati, Calicut Medical College, 3rd year MBA student. Hi, I am Sri Lakshmi, I am Esses Medical College, 2nd year MBA student. Now, we are crash program and importance. Now, we are plus 2 crash program and useful. Typical plus 2 essay oriented ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഓറിയന്റഡ് ആയിട്ടോ പഠിച്ചു വരുന്നത്. സോ MCQലേക്ക് ഷിഫ്റ്റ് ആകുമ്പം ക്രാഷ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. MCQ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളത്. അതായത് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് സാധാരണ +1 +2 ബോർഡ് എക്സാം പോലെയല്ല, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ ഒരു മാർക്ക് സ്ട്രക്ചർ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഈ ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലൈക്ക് ഒരു ഓറിയൻറ്റേഷൻ പോലെ നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്രാഷ് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റിന് നല്ല സ്കോർ ചെയ്തിട്ട് MBBS വാങ്ങുന്നൊന്നും ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ അങ്ങനെ വാങ്ങിയ കുട്ടികളുണ്ട്. അങ്ങനെ വാങ്ങിയ കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. നമ്മളിപ്പം ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്രാഷ് പ്രോഗ്രാമിന് പോയിട്ട് തന്നെ ഒരു 550+ അല്ലെങ്കിൽ ഒരു 500+ മാർക്സ് സ്കോർ ചെയ്താൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പം നമുക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ഇനി ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്താൽ നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരും അല്ലേ. നമ്മൾ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, ക്രാഷ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് കുറച്ചും കൂടി ഒരു ഇൻട്രാക്ഷൻ കിട്ടും. നമ്മൾ അതുവരെ കണ്ട +2 സബ്ജക്റ്റിൻ്റെ ഒരു വേറൊരു വേർഷനാണ് നമ്മൾ ഈ നീറ്റിന് വേണ്ടി ചെയ്യുന്നത്. സോ നമുക്ക് ആ സബ്ജക്റ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും ഈ ക്രാഷ് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ Dr.JP'S ക്ലാസ്സസിലും ഒരു 44 ഡേയ്സിൻ്റെ ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. നീറ്റ് ഓഫ്ലൈൻ ക്രാഷ് കോഴ്സസിനായി നിങ്ങൾ എന്തുകൊണ്ട് Dr.JP'S ക്ലാസ്സസ് തിരഞ്ഞെടുക്കണം? ഉത്തരം സിമ്പിളാണ്. കാരണം ഇവിടെ പഠിച്ചവരിൽ പാതി പേരും ഇന്ന് ഡോക്ടേഴ്സാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 224 കുട്ടികളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 20ാമത്തെ റാങ്കിൽ ഒരാളും അതുപോലെ തന്നെ ആദ്യത്തെ 55ാമത്തെ റാങ്കും Dr.JP'S ക്ലാസ്സസിലെ കുട്ടികളാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, അതായത് ഡോക്ടേഴ്സ് അടങ്ങുന്ന ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ടീമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ശ്രീലക്ഷ്മി ഇവിടെ പഠിച്ച ആളാണ്. അതായത് ഏറ്റവും കൂടുതൽ പേഴ്സണൽ അറ്റൻഷൻ കിട്ടണ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് Dr.JP'S ക്ലാസ്സസ്. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ പാസ് ഔട്ടായി പോയിട്ടുള്ള ഇപ്പോൾ MBBSന് പഠിക്കുന്ന ടോപ്പേഴ്സായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ കുട്ടികൾ തരുന്ന മെൻറ്റർഷിപ്പുമാണ് Dr.JP'S ക്ലാസ്സസിനെ വേറിട്ടതാക്കുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റിയോടുകൂടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ഇനി ഒരുപാട് സമയമില്ല. റിസൾട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റജിയോടെ MBBS എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് മുന്നേറാം. എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.